ഡിയർ സ്റ്റുഡൻസ്, സോളിഡ് സെറ്റ് എന്ന ചാപ്റ്ററിൻ്റെ 4ാമത്തെ പാർട്ടാണ് നമ്മളിന്ന് പഠിക്കുന്നത്. ഇതിൽ 2 ഭാഗങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഒന്നാമത്തേത് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ, രണ്ടാമത്തേത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ആദ്യമായി ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡെൻസിറ്റിയുടെ കാൽക്കുലേഷനാണ് ആദ്യമായി പഠിക്കുന്നത്. Consider a cubic unit cell with the edge length A. Then volume of the unit cell. യൂണിറ്റ് സെല്ലിൻ്റെ വോളിയം എന്ന് പറയുന്നത് ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ്, അതായത് A³ ആയിരിക്കും. Then mass of an atom present in the unit cell, that is M, is equal to molar mass divided by Avogadro number, that is M divided by Na. M divided by Na or N0. Mass of the unit cell is equal to number of atoms in unit cell into mass of each atom. അതായത് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്ന് പറയുന്നത് അതിലുള്ള നമ്പർ ഓഫ് ആറ്റംസ് ഇൻറ്റു മാസ് ഓഫ് ഈച്ച് ആറ്റം. നമ്പർ ഓഫ് ആറ്റത്തിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് Z എന്ന ലെറ്റർ ഉപയോഗിക്കാം. മാസ് ഓഫ് ഈച്ച് ആറ്റം നമ്മൾ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്തു, സ്മോൾ ലെറ്റർ M. സോ Z പറ്റി നമ്മൾ നേരത്തെ പഠിച്ചാണ്. പ്രിമിറ്റീവ് യൂണിറ്റ് സെല്ലിന് Z ഈസ് ഈക്വൽ ടു 1, ബോഡി സെൻറ്റേർഡിന് Z ഈസ് ഈക്വൽ ടു 2, ഫേസ് സെൻറ്റേർഡിന് Z ഈസ് ഈക്വൽ ടു 4. സോ മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M. അപ്പോൾ ഈ എമ്മിൻ്റെ വാല്യൂ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എമ്മിൻ്റെ വാല്യൂ M ഡിവൈഡഡ് ബൈ Na ആണ്. സോ മാസ് ഓഫ് യൂണിറ്റ് സെൽ ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ Na. അപ്പോൾ ഡെൻസിറ്റി കണ്ടെത്താനുള്ള ഇക്വേഷൻ നമുക്ക് എല്ലാവർക്കും അറിയാം. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു മാസ് ഡിവൈഡഡ് ബൈ വോളിയം. അതായത് മാസ് ഓഫ് ദ യൂണിറ്റ് സെൽ നമ്മളിവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ Na. സോ Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ Na ഡിവൈഡഡ് ബൈ വോളിയം ഓഫ് ദ യൂണിറ്റ് സെൽ എന്ന് പറയുന്നത് A³ ഡിവൈഡഡ് ബൈ A³. സോ അതിനെ നമുക്ക് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഡെൻസിറ്റി D ഈസ് ഈക്വൽ ടു Z ഇൻറ്റു M ഡിവൈഡഡ് ബൈ A³ ഇൻറ്റു Na ഓർ N0. ദിസ് ഈസ് ദ ഇക്വേഷൻ ഫോർ കാൽക്കുലേറ്റിംഗ് ഡെൻസിറ്റി ഓഫ് എ യൂണിറ്റ് സെൽ. അപ്പോൾ ഈ ഇക്വേഷൻ നന്നായിട്ട് പഠിക്കുക. അത് ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രോബ്ലം എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. So what is the equation for calculating density of a unit cell? Density D is equal to Z into M divided by A³ into Na or N0. അതിലുള്ള ഓരോ ടേമുകൾ നമുക്കൊന്നുകൂടെ നോക്കാം. വാട്ട് ഈസ് Z? Z is the number of atoms in unit cell. Then what is M? M is the molar mass. What is A³? It is the volume of the unit cell. What is Na? Na is Avogadro number. നെക്സ്റ്റ് രണ്ടാമത്തെ പാർട്ടായിട്ട് നമ്മൾ പറഞ്ഞിരുന്നത് ഇംപെർഫെക്ഷൻസ് ഇൻ സോളിഡ്സ് ഓർ ഇറ്റ് ഈസ് ഓൾസോ നോൺ ആസ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഇംപെർഫെക്ഷൻ എന്ന വാക്കിൻ്റെ മീനിങ് അതിനകത്ത് തന്നെ ഉണ്ട്, പെർഫെക്ഷൻ ഇല്ലാത്ത അവസ്ഥ. ഓക്കെ, സോ സോളിഡ്സിൻ്റെ ക്ലോസ് പാക്കിങ്ങിൽ വരുന്ന ഡിഫറൻസസ് അല്ലെങ്കിൽ അതിനകത്ത് വരുന്ന ഡീവിയേഷൻസിനെയാണ് നമ്മൾ ഇംപെർഫെക്ഷൻസ് എന്ന് വിളിക്കുന്നത്. ഫസ്റ്റ് നമുക്ക് അതിൻ്റെ ഡെഫിനേഷൻ ഒന്ന് നോക്കാം. എനി ഡീവിയേഷൻ ഫ്രം ദ കംപ്ലീറ്റ് ഓർഡേർഡ് അറേഞ്ച്മെൻറ്റ് ഇൻ എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലുള്ള ഓർഡേർഡ് അറേഞ്ച്മെൻറ്റിന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടായാൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇംപെർഫെക്ഷൻസ് ഓർ ഡിഫക്റ്റ്. ഇതാ ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് നോക്കുക. ഒരു ക്ലോസ് പാക്ഡ് അറേഞ്ച്മെൻ്റ് ആണ്. സോ ദാണ്ട് ഇവിടെ ഒരു ഇംപെർഫെക്ഷൻ നമുക്ക് കാണാം. ദിസ് ഈസ് കോൾഡ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ഓക്കെ, ദർ ആർ 2 ടൈപ്സ് ഓഫ് ഡിഫക്റ്റ് അല്ലെങ്കിൽ ഇംപെർഫെക്ഷൻസ്. 2 തരത്തിലുണ്ട്. ഒന്നാമത്തതിൻ്റെ പേര് പോയിൻ്റ് ഡിഫക്റ്റ്, രണ്ടാമത്തതിൻ്റെ പേര് ലൈൻ ഡിഫക്റ്റ് ഓർ പ്ലെയിൻ ഡിഫക്റ്റ് എന്നും അറിയപ്പെടാറുണ്ട്. അപ്പം ഇംപെർഫെക്ഷൻസിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോയിൻ്റ് ഡിഫക്റ്റും ലൈൻ ഡിഫക്റ്റും. സോ നമുക്ക് ഫസ്റ്റ് പോയിൻ്റ് ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. വാട്ട് ഈസ് പോയിൻ്റ് ഡിഫക്റ്റ്? ഇഫ് ദ ഡിഫക്റ്റ് ഈസ് ലൊക്കേറ്റഡ് ഓൺ ദ വിസിനിറ്റി ഓഫ് ആൻ ആറ്റം ഓർ ഗ്രൂപ്പ് ഓഫ് ആറ്റംസ്, ഇറ്റ് ഈസ് കോൾഡ് പോയിൻ്റ് ഡിഫക്റ്റ്. അതായത് ഒരു പാർട്ടിൽ മാത്രം, ഒരു ആറ്റത്തിലോ അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആറ്റത്തിലോ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ടുള്ള ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് പോയിൻ്റ് ഡിഫക്റ്റ്. പേരിനകത്തുള്ളതുപോലെ തന്നെ ഒരു പോയിന്റിൽ മാത്രം ലൊക്കേറ്റ് ചെയ്തിരിക്കുന്ന ഡിഫക്റ്റ്. അപ്പോൾ രണ്ടാമത്തെ ഡിഫക്റ്റ് ലൈൻ ഡിഫക്റ്റ് ആണ്. സോ വാട്ട് ഈസ് ലൈൻ ഡിഫക്റ്റ്? ഇഫ് ദ ഡിഫക്റ്റ് ഈസ് എക്സ്റ്റെൻഡഡ് ആൾ ഓവർ ദ ക്രിസ്റ്റൽ, ഇറ്റ് ഈസ് കോൾഡ് ലൈൻ ഡിഫക്റ്റ്. അതായത് ആ ക്രിസ്റ്റലിലുടനീളം ആ ഡിഫക്റ്റ് കാണപ്പെടുകയാണെങ്കിൽ, ലൈനായിട്ട് അല്ലെങ്കിൽ ഒരു പ്ലെയിനായിട്ട് കാണപ്പെടുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണ് ലൈൻ ഡിഫക്റ്റ് ഓർ പ്ലെയിൻ ഡിഫക്റ്റ്. സോ ഒരുപാട് ക്ലാസിഫിക്കേഷൻസ് നമ്മൾ ഇനി അങ്ങോട്ട് പഠിക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്ക് വ്യക്തമായിട്ട് നോക്കാം. ഫസ്റ്റ് പറഞ്ഞത് വാട്ട് ഈസ് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. ദെൻ ക്രിസ്റ്റൽ ഡിഫക്റ്റിനെ നമുക്ക് 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം, പോയിൻ്റ് ഡിഫക്റ്റ് ആൻഡ് ലൈൻ ഡിഫക്റ്റ്.
ഓക്കെ, അതിൽ പോയിൻ്റ് ഡിഫക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷനാണ് നമ്മൾ പഠിക്കുന്നത്. പോയിൻ്റ് ഡിഫക്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻ. ദിസ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 3. മൂന്നായിട്ട് നമുക്ക് പോയിൻ്റ് ഡിഫക്റ്റിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. നമ്പർ 1 ഈസ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, നമ്പർ 2 ഈസ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, ആൻഡ് നമ്പർ 3 ഈസ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. സോ ഈ 3 ഡിഫക്റ്റുകളെ പറ്റിയിട്ടാണ് നമുക്ക് ഈ ചാപ്റ്ററിനകത്ത് ബാലൻസ് ആയിട്ട് പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 ടൈപ്പിലുള്ള പോയിൻ്റ് ഡിഫക്റ്റ്: സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ആൻഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ പോയിൻ്റ് ഡിഫക്ട്സ് വിച്ച് ഡു നോട്ട് ഡിസ്റ്റർബ് ദ സ്റ്റോയിഷ്യോമെട്രി. സ്റ്റോയിഷ്യോമെട്രിക്ക് ഒരു ഡിസ്റ്റർബൻസും ഉണ്ടാക്കാത്ത ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. സോ സ്റ്റോയിഷ്യോമെട്രി എന്ന് പറഞ്ഞ് ഇവിടെ ഉദ്ദേശിക്കുന്നത് ദ റേഷ്യോ ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ് ഈക്വൽ ആയിരിക്കും ഓഫ് ദ സോളിഡ്. അതായത് പോസിറ്റീവ് അയോൺസിലും നെഗറ്റീവ് അയോൺസും ഈക്വലായിട്ട് വരുന്നു ഡിഫക്റ്റ് ഉണ്ടായി കഴിഞ്ഞതിന് ശേഷവും. അത്തരത്തിലുള്ള ഡിഫക്റ്റുകളെ വിളിക്കുന്ന പേരാണ് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. ദേ ആർ ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്റ്റ്. അതായത് നമ്മുടെ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ ഇൻട്രിൻസിക് ഡിഫക്റ്റ് എന്ന് അറിയപ്പെടാറുണ്ട്, തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നും അറിയപ്പെടാറുണ്ട്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദീസ് ഡിഫക്ട്സ് ക്യാൻ ഓൾസോ ഡെവലപ്പ് വെൻ എ സബ്സ്റ്റൻസ് ഈസ് ഹീറ്റഡ്. ഒരു സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുന്ന സമയത്തും ഇത്തരത്തിലുള്ള സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ടാകുന്നതുകൊണ്ടാണ് നമ്മളതിനെ തെർമോഡൈനാമിക് ഡിഫക്റ്റ് എന്നറിയപ്പെടുന്നത്. തെർമോഡൈനാമിക്സ് ഒക്കെ നമ്മൾ പഠിച്ചതാണ്, റിലേറ്റഡ് ടു ടെമ്പറേച്ചർ. സോ സബ്സ്റ്റൻസിനെ ഹീറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ ഡിഫക്റ്റ് ഡെവലപ്പ് ചെയ്യുന്നതുകൊണ്ട് വിളിക്കുന്ന പേരാണ് തെർമോഡൈനാമിക് ഡിഫക്റ്റ്. സോ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ക്യാൻ ഓൾസോ കോൾഡ് ഇൻട്രിൻസിക് ഓർ തെർമോഡൈനാമിക് ഡിഫക്ട്സ്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇൻ നോൺ അയോണിക് സോളിഡ്സ്, സ്റ്റോയിഷ്യോമെട്രിക് പോയിൻ്റ് ഡിഫക്ട്സ് ആർ പ്രസൻറ്റ് ആസ്. അതായത് നോൺ അയോണിക് സോളിഡ്സിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് കാണപ്പെടുന്നത് 2 രീതിയിലാണ്. ഒന്നാമത്തതിൻ്റെ ഒരു വേക്കൻസി ഡിഫക്റ്റ് എന്താണെന്ന് നോക്കാം. വെൻ സം ഓഫ് ദ ലാറ്റിസൈറ്റ്സ് ആർ വേക്കൻറ്റ്, ക്ലോസ് പാക്കിങ്ങിൽ വരുന്ന അറേഞ്ച്മെൻറ്റിൽ ലാറ്റിസൈറ്റുകൾ വേക്കൻ്റായിട്ട് കിടക്കുകയാണെങ്കിൽ നമ്മളതിനെ വിളിക്കുന്ന പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. ദിസ് ഡിഫക്റ്റ് ഡിക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. ഈ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് നമ്മുടെ സോളിഡിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യാറുണ്ട്. അപ്പോൾ ഒന്നാമത്തെ ഡിഫക്റ്റിൻ്റെ പേരാണ് വേക്കൻസി ഡിഫക്റ്റ്. രണ്ടാമത്തത് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. വെൻ സം കോൺസ്റ്റൻറ്റ് പാർട്ടിക്കിൾസ് ഒക്കുപ്പൈ ആൻ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റ്. അതായത് ചില പാർട്ടിക്കിൾ ഇൻ്റർസ്റ്റീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യും, അതിൻ്റെ ഇടയിലുള്ള വേക്കൻറ്റ് സ്പേസിൽ ഒക്കുപ്പൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദ ക്രിസ്റ്റൽ ഈസ് സെഡ് ടു ഹാവ് ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ്. അവിടെ ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റ് ഉണ്ടെന്ന് പറയാം. ദിസ് ഡിഫക്റ്റ് ഇൻക്രീസസ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ്. അത് ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യിക്കും. അതായത് വേക്കൻസി ഡിഫക്റ്റിനകത്ത് വേക്കൻ്റ് ആണ്, അപ്പോൾ അവിടെ മാസ് കുറയുക. ഇവിടെ പുതിയതായിട്ട് എന്തെങ്കിലും പാർട്ടിക്കിൾസ് അതിനകത്ത് ഒക്കുപ്പൈ ചെയ്യുക, അവിടെ മാസ് കൂടും. സോ മാസ് ബൈ വോളിയമാണ് ഡെൻസിറ്റി. അതുകൊണ്ടാണ് വേക്കൻസി ഡിഫക്റ്റിൽ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യുന്നത്, ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റി ഇൻക്രീസ് ചെയ്യുന്നത്. സോ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് നോൺ അയോണിക് സോളിഡ്സിൽ 2 രീതിയിൽ കാണപ്പെടുന്നുണ്ട്, വേക്കൻസി ഡിഫക്റ്റായിട്ടും ഇൻ്റർസ്റ്റീഷ്യൽ ഡിഫക്റ്റായിട്ടും. ഓക്കെ, ബട്ട് ഇൻ ദ കേസ് ഓഫ് അയോണിക് സോളിഡ്സിൻ്റെ കേസിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്ട്സ് ആർ പ്രസൻറ്റ് ആസ് ഫസ്റ്റ് വൺ ഷോർട്ട് കീ ഡിഫക്റ്റ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പഠിക്കുന്നത്. അയോണിക് സോളിഡ്സിൻ്റെ കേസിൽ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റുകൾ പ്രധാനപ്പെട്ട 2 തരത്തിലുള്ളതാണ് പഠിക്കുന്നത്. ഒന്നാമത്തെ പേര് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ. ദിസ് ഡിഫക്റ്റ് അറൈസസ് ഡ്യൂ ടു ദ മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ദ ലാറ്റിസൈറ്റ്. ലാറ്റിസൈറ്റിൽ നിന്നും ഈക്വൽ നമ്പർ ആനയോൺസും കാറ്റയോൺസും മിസ്സിംഗ് ആവുന്നതിൻ്റെ ഫലമായിട്ടാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. സോ നമുക്ക് ചിത്രത്തിലൊന്ന് നോക്കാം. അത് ഒരു പെർഫെക്റ്റ് ആയിട്ടുള്ള ക്രിസ്റ്റലിൻ്റെ ചിത്രമാണ് കാണിച്ചിട്ടുള്ളത്. A+, B-, A+, B-. ഓൾട്ടർനേറ്റ് ആയിട്ട് ആനയോൺസും കാറ്റയോൺസും അറേഞ്ച് ചെയ്തിരിക്കുന്നു. സോ ഇവിടെ മിസ്സിങ് നമുക്ക് കാണാം. ഇവിടെ B-, A+, B-. ഇവിടെ A+ മിസ്സിങ് ആണ്. A+ മീൻസ് പോസിറ്റീവ് ചാർജുള്ള അയോണാണ് കാറ്റയോൺ. ഇവിടെ A+, B-, മിസ്സിങ് ആണ്. അപ്പോൾ ഒരു A+, ഒരു B-, ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ആർ മിസ്സിങ്. നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ വേണമെന്നില്ല, എവിടെ നിന്നായാലും മതി. ഒരു A+, ഒരു B-, റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഓക്കെ, ഇറ്റ് ഈസ് ഷോൺ ബൈ അയോണിക് ക്രിസ്റ്റൽസ് ഇൻ വിച്ച് ദ ആനയോണിക് ആൻഡ് കാറ്റയോണിക് സൈസസ് ആർ ഓൾമോസ്റ്റ് ഈക്വൽ.
ഈ ഡിഫക്റ്റ് നടക്കണമെന്നുണ്ടെങ്കിൽ എ പ്ലസിൻ്റെയും ബി മൈനസിൻ്റെയും സൈസ് ഓൾമോസ്റ്റ് സിമിലർ ആയിരിക്കണം. എക്സാമ്പിൾ തന്നിട്ടുണ്ട്. സോഡിയം ക്ലോറൈഡ്, പൊട്ടാസ്യം ക്ലോറൈഡ്, സീഷ്യം ക്ലോറൈഡ്, ഇവരിലെല്ലാം കാണപ്പെടുന്ന ഡിഫക്റ്റാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് എങ്ങനെയാണ് ഉണ്ടാകുന്നത്? മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് ഫ്രം ദ ലാറ്റിസൈറ്റ്. ഈക്വൽ നമ്പർ ആനയോണും കാറ്റയോണും മിസ്സിംഗ് ആവുന്നതിൻ്റെ ഫലമായിട്ടാണ് ഷോർട്ട് കീ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. ഓക്കെ, ഡ്യൂ ടു ദിസ് ഡിഫക്റ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡിക്രീസ്. ഡെൻസിറ്റി ഇവിടെ ഡിക്രീസ് ചെയ്യും. ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓൾറെഡി ഉള്ള ക്രിസ്റ്റലിൽ നിന്നും ഒരു എ പ്ലസും ബി മൈനസും മിസ്സിംഗ് ആണ്. സോ ഇവിടെ മാസ് ഡിക്രീസ് ചെയ്യും. മാസ് ഡിക്രീസ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് മാസ് ബൈ വോളിയം എന്ന് പറയുന്ന ക്വാണ്ടിറ്റി ഡെൻസിറ്റിയും ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഷോർട്ട് കീ ഡിഫക്റ്റ് നല്ല വൃത്തിയായിട്ട് മനസ്സിലായല്ലോ. മിസ്സിംഗ് ഓഫ് ഈക്വൽ നമ്പർ ഓഫ് ആനയോൺസ് ആൻഡ് കാറ്റയോൺസ് വഴി ഉണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഷോർട്ട് കീ ഡിഫക്റ്റ് കാണപ്പെടുന്നത് അയോണിക് ക്രിസ്റ്റൽസിലാണ്. ഷോർട്ട് കീ ഡിഫക്റ്റിൻ്റെ ഫലമായിട്ട് സോളിഡിൻ്റെ ഡെൻസിറ്റി ഡിക്രീസ് ചെയ്യും. ഓക്കെ, രണ്ടാമത്തെ ഡിഫക്റ്റിൻ്റെ പേരാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് ഓർ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് ഓർ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ്. നോക്കിക്കേ, ദിസ് ഡിഫക്റ്റ് അറൈസസ് വെൻ സം ഓഫ് ദ അയോൺസ് മിസ്പ്ലേസിങ് ഫ്രം ദ ലാറ്റിസൈറ്റ് ടു ദ ഇൻ്റർസിഷ്യൽ സൈറ്റ്. അതായത് ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഇൻ്റർസിഷ്യൽ പൊസിഷനിലോട്ട് അല്ലെങ്കിൽ ലാറ്റിസൈറ്റിലോട്ട് നമ്മുടെ പാർട്ടിക്കിൾസിൻ്റെ അല്ലെങ്കിൽ അയോൺസിൻ്റെ ഡിസ്ലൊക്കേഷൻ സംഭവിക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് ഉണ്ടാകുന്നത്. സോ നമുക്കത് നോക്കാം. അവിടെ എ പ്ലസ് ബി മൈനസ് പെർഫെക്റ്റ് ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആണ്. ബട്ട് ഇവിടെ വന്നു ബി മൈനസ് എ പ്ലസ്, ഇവിടെ ഒറിജിനൽ പൊസിഷനിലില്ല. അത് ദീസ് പൊസിഷൻസ് ആർ കോൾഡ് ഇൻ്റർസിഷ്യൽ സൈറ്റ്. നമ്മൾ ഇൻ്റർസിഷ്യൽ വേർഡൊക്കെ പഠിച്ചാണ്. സോ ഇൻ്റർസിഷ്യൽ സൈറ്റിലാണ് ആരെ കാണപ്പെടുന്നത്? ആ എ പ്ലസ് എന്ന് പറയുന്ന കാറ്റയോണിനെ കാണപ്പെടുന്നത്. സോ ജനറലി കാറ്റയോൺസിനാണ് ഈ മിസ്പ്ലേസിങ് നടക്കുന്നത്. അപ്പോൾ ഒറിജിനൽ പൊസിഷനിൽ നിന്ന് ഇൻ്റർസിഷണൽ പൊസിഷനിലോട്ട് മാറിയിരുന്നു കഴിഞ്ഞാൽ നമ്മളതിനെ വിളിക്കുന്ന പേര് ഫ്രങ്കൽ ഡിഫക്റ്റ്. ഇത്തരത്തിൽ ഡിസ്ലൊക്കേഷൻ സംഭവിച്ചതുകൊണ്ടാണ് ഇതിനെ ഡിസ്ലൊക്കേഷൻ ഡിഫക്റ്റ് എന്നും അറിയപ്പെടുന്നത്. നോക്കിക്കേ, ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് ഫൗണ്ട് ഇൻ അയോണിക് ക്രിസ്റ്റൽസ് വെൻ ആനയോൺ ഈസ് മച്ച് ലാർജർ ഇൻ സൈസ് ദാൻ ദ കാറ്റയോൺ. അതായത് ആനയോണിൻ്റെ സൈസ് എന്ന് പറയുന്നത് ലാർജായിരിക്കും ദാൻ കാറ്റയോൺ. കാറ്റയോൺ എന്ന് പറയുമ്പോൾ പോസിറ്റീവ് ചാർജ്. അപ്പോൾ പോസിറ്റീവ് ചാർജുള്ള അയോണിന് സൈസ് കുറവായിരിക്കും, നെഗറ്റീവ് ചാർജുള്ള അയോണിന് സൈസ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള ക്രിസ്റ്റൽസിൻ്റെ കേസിലാണ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണപ്പെടുന്നത്. എക്സാമ്പിൾ ZNS, AgBr, AgI എക്സെട്ര, ഇതെല്ലാം ഫ്രങ്കൽ ഡിഫക്റ്റിന് എക്സാമ്പിളാണ്. അപ്പോൾ ഫ്രങ്കൽ ഡിഫക്റ്റ് നന്നായിട്ട് മനസ്സിലാക്കുക. മിസ്പ്ലേസിങ് ഫ്രം ദ ലാറ്റിസൈറ്റ്, അതായത് ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഇൻ്റർസിഷ്യൽ പൊസിഷനിലോട്ട് ജനറലി കാറ്റയോൺസ് ഒക്കുപ്പൈ ചെയ്യുന്നതിൻ്റെ ഫലമായിട്ടുണ്ടാകുന്ന ഡിഫക്റ്റ്. ഡ്യൂ ടു ദിസ് ഡിഫക്റ്റ് ദ ഡെൻസിറ്റി ഓഫ് ദ സോളിഡ് ഡസ് നോട്ട് ചേഞ്ച്. ഡെൻസിറ്റിക്ക് ഒരു മാറ്റം ഉണ്ടാകത്തില്ല. കാരണം ഇതിനകത്തുള്ള അയോൺസ് എല്ലാം അതുപോലെ തന്നെ അതിനകത്തുണ്ട്. ടോട്ടൽ മാസ് നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ അതിൻ്റെ പൊസിഷനിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ. എന്നാൽ ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഈക്വൽ നമ്പർ ഓഫ് അയോൺസ് മിസ്സിംഗ് ആയിരുന്നു. മിസ്സിംഗ് ആയതുകൊണ്ടാണ് അവിടെ മാസ് കുറഞ്ഞത്. ഇവിടെ മാസിന് ഒരു ചേഞ്ചും ഇല്ല, അതുകൊണ്ട് ഡെൻസിറ്റിക്ക് ഒരു ചേഞ്ചും ഇല്ല. രണ്ടാമത്തെ ഡിഫക്റ്റ് നമ്മൾ പഠിക്കുന്നതിൻ്റെ പേരാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. ആദ്യം പഠിച്ചതിൻ്റെ പേര് സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്, രണ്ടാമത് പഠിക്കുന്നതിൻ്റെ പേര് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് നമ്മൾ രണ്ടായിട്ട് തരംതിരിച്ചായിരുന്നു. ഒന്ന് ഷോർട്ട് കീ ഡിഫക്റ്റും ഫ്രങ്കൽ ഡിഫക്റ്റും. അയോൺസ് മിസ്സിംഗ് ആണെങ്കിൽ ഷോർട്ട് കീ, ഒറിജിനൽ പൊസിഷനിൽ നിന്നും ഇൻ്റർസെക്ഷണൽ പൊസിഷനിലോട്ട് മാറിയിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രങ്കൽ. ഓക്കെ, അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ഡിഫക്റ്റിനെ പറ്റി ഒന്ന് നോക്കാം. നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. പോയിൻ്റ് ഡിഫക്ട്സ് വിച്ച് ചേഞ്ച് ദ സ്റ്റോയിഷ്യോമെട്രി ഓഫ് എ സോളിഡ്. ഒരു സോളിഡിൻ്റെ സ്റ്റോയിഷ്യോമെട്രി ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ്. സ്റ്റോയിഷ്യോമെട്രി നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലേ, പോസിറ്റീവ് നെഗറ്റീവ് അയോൺസിൻ്റെ നമ്പർ ഈക്വൽ ആയിട്ടുള്ള അവസ്ഥ. ഓക്കെ, ദെൻ ദീസ് ഡിഫക്ട്സ് ആർ ഓഫ് 2 types. 2 ടൈപ്പിലുള്ള നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റ് ഉണ്ട്. ഒന്നാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. അതായത് നോൺ സ്റ്റോയിഷ്യോമെട്രിക് ഡിഫക്റ്റിനെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് എന്നും മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്നും. നമുക്ക് ഓരോന്നായിട്ട് നോക്കാം. ഫസ്റ്റ് വൺ, മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. ഹിയർ ദ നമ്പർ ഓഫ് കാറ്റയോൺസ് ഈസ് ഗ്രേറ്റർ ദാൻ ദ നമ്പർ ഓഫ് ആനയോൺസ്. അതായത് നമ്പർ ഓഫ് കാറ്റയോൺസ്, പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കൂടുതലായിരിക്കും ദാൻ നെഗറ്റീവ് ചാർജുള്ള അയോൺസ്. ഓക്കെ, ദിസ് അറൈസസ് ഇൻ 2 ways. 2 രീതിയിൽ മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകാം. ഒന്നാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസീസ്, ഓർ നമുക്കതിനെ സിമ്പിളായിട്ട് ആനയോൺ വേക്കൻസി എന്ന് വിളിക്കാം. ആനയോൺ വേക്കൻസി.
ദെൻ രണ്ടാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. അപ്പോൾ രണ്ട് രീതിയിൽ ഏതൊക്കെയാണ്? ആനിയോണിക് വേക്കൻസി ഓർ ആനിയോൺ വേക്കൻസി, ദെൻ എക്സ്ട്രാ കാറ്റയോൺ. അപ്പോൾ ഇത് രണ്ടും എന്താണെന്ന് നോക്കാം. ആനിയോൺ വേക്കൻസിയും എക്സ്ട്രാ കാറ്റയോണും വഴി എങ്ങനെയാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് നോക്കാം. മെറ്റൽ എക്സസ് ഡിഫക്റ്റിൻ്റെ പ്രത്യേകത മനസ്സിലാക്കിയിരിക്കുക. കാറ്റയോൺസിൻ്റെ നമ്പർ കൂടുതലായിരിക്കും, അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് കൂടുതലായിരിക്കും. ഓക്കെ. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനിയോണിക് വേക്കൻസീസ് വഴി മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ സം ഓഫ് ദ ആനിയോൺസ് ആർ മിസ്സിങ് ഫ്രം ദ ലാറ്റിസൈറ്റ്. അതായത് ലാറ്റിസൈറ്റിൽ നിന്നും ആനിയോൺസ് മിസ്സിങ് ആയിരിക്കും. ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഒക്കുപ്പൈങ് ഇലക്ട്രോൺസ് ഇൻ ദ ആനിയോണിക് സൈറ്റ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ഇലക്ട്രോണുകളെ ഒക്കുപ്പൈ ചെയ്യും. ഓക്കെ. അത് നമുക്ക് ചിത്രത്തിൽ നോക്കാം. A പ്ലസ് ബി മൈനസ് ക്രിസ്റ്റലിൻ്റെ അറേഞ്ച്മെൻ്റ് ആണ്. ആനിയോൺസ് മിസ്സിങ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആനിയോണിൻ്റെ ചാർജ് നെഗറ്റീവ് ചാർജ്. സോ ഇവിടെ ഒരു ആനിയോൺ മിസ്സിങ് ആണല്ലേ. എന്നാൽ നോക്കിക്കേ, ബി മൈനസ് ഇവിടെ മിസ്സിങ് ആണ്. പകരം ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി അവിടെ ആര് ഒക്കുപ്പ് ചെയ്തിരിക്കുന്നു? ഒരു ഇലക്ട്രോൺ ഒക്കുപ്പ് ചെയ്തിരിക്കുന്നു. അപ്പോൾ ഇവിടെ ടോട്ടൽ നമ്പർ നോക്കുന്ന സമയത്ത് എ പ്ലസ് നോക്കിക്ക് 1 2 3 4 5 6 7 8 എണ്ണം ഉണ്ട്. ബി മൈനസ് ഒരെണ്ണം കുറവുണ്ട്. അപ്പോൾ ആരാ ഇവിടെ കൂടുതലുള്ളത്? പോസിറ്റീവ് ചാർജുള്ള അയോൺ. സോ കാറ്റയോൺ കൂടുതലായിരിക്കും. അപ്പോൾ കാറ്റയോൺ കൂടുതലായിരിക്കും, ആനയോൺ കുറവായിരിക്കും. നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി. സോ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ ബി മൈനസിൻ്റെ ഭാഗത്ത് ഒരു ഇലക്ട്രോൺ ഒക്കുപ്പ് ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളെ നമ്മളൊരു പേരിട്ട് വിളിക്കാറുണ്ട്. ദീസ് ഇലക്ട്രോൺസ് ആർ കോൾഡ് എഫ് സെൻറ്റേഴ്സ്. ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് എഫ് സെൻറ്റേഴ്സ്? സോ ദ ഇലക്ട്രോൺസ് ട്രാപ്ഡ് ഇൻ ദ ആനിയോൺ വേക്കൻസിയിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകളെ വിളിക്കുന്ന പേരാണ് എഫ് സെൻറ്റേഴ്സ് ഇമ്പാർട്ട് കളർ ടു ദ ക്രിസ്റ്റൽ. അവർ ക്രിസ്റ്റലിന് എന്ത് നൽകും? കളർ നൽകും. കുറച്ച് എക്സാമ്പിളുകൾ നമുക്കൊന്ന് നോക്കാം. എക്സാമ്പിൾ, സോഡിയം ഗീവ്സ് യെല്ലോ ഇൻ കളർ. സോഡിയം ഗീവ് യെല്ലോ കളർ ടു സോഡിയം ക്ലോറൈഡ്. അതായത് സോഡിയം ക്ലോറൈഡ് യെല്ലോ കളർ. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് മറ്റൊരു രീതിയിലാണ്. വെൻ sodium chloride is heated in the atmosphere of sodium, it appear to be yellow in color. So what is the reason ചോദിക്കുമ്പോൾ ഒറ്റ ആൻസർ എഫ് സെൻറ്റർ. ഓക്കെ. അപ്പോൾ മറ്റുള്ള കളറുകൾ നോക്കാം. ലിഥിയം ക്ലോറൈഡിൽ ലിഥിയം പിങ്ക് കളർ നൽകും. പൊട്ടാസ്യം ക്ലോറൈഡിൽ പൊട്ടാസ്യം വയലറ്റ്. അപ്പം സോഡിയം ക്ലോറൈഡിൽ സോഡിയം യെല്ലോ, ലിഥിയം ക്ലോറൈഡിൽ ലിഥിയം പിങ്ക്, പൊട്ടാസ്യം ക്ലോറൈഡിൽ പൊട്ടാസ്യം വയലറ്റ്. സോ ഇതൊക്കെ ട്രാപ്പ് ചെയ്യപ്പെടുന്ന ഇലക്ട്രോണുകൾ നൽകുന്ന ക്രിസ്റ്റലുകൾക്ക് നൽകുന്ന കളറുകളാണ്. ഓക്കെ. അപ്പോൾ ഒന്നാമത്തെ കേസാണ് നമ്മൾ പഠിച്ചത്, മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു ആനയോണിക് വേക്കൻസീസ് ഓർ ആനയോൺ വേക്കൻസി. രണ്ടാമത്തെ പേരാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. കാറ്റയോൺ എക്സ്ട്രാ. നമുക്ക് നോക്കാം. ഹിയർ സം കാറ്റയോൺസ് ഒക്കുപ്പൈ ദ ഇൻ്റർസീഷ്യൽ സൈറ്റ്സ്. കാറ്റയോൺസ് ഇൻ്റർസീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യും. അതായത് പോസിറ്റീവ് ചാർജുള്ള അയോൺസ് ഇൻ്റർസീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പൈ ചെയ്യും. ദ ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി ഈസ് മെയിൻറ്റെയിൻഡ് ബൈ ഒക്കുപ്പൈങ് സം ഇലക്ട്രോൺസ് ഇൻ ദ അഡ്ജസെൻറ്റ് ഇൻ്റർസീഷ്യൽ സൈറ്റ്. ഇലക്ട്രിക്കൽ ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഇലക്ട്രോണുകളെ അഡ്ജസെൻ്റ് ആയിട്ടുള്ള ഇൻ്റർസീഷ്യൽ സൈറ്റിൽ അറേഞ്ച് ചെയ്തിരിക്കും. നമുക്ക് ചിത്രം നോക്കാം. എ പ്ലസ് ബി മൈനസ്. സോ സം കാറ്റയോൺസ് ഒക്കുപ്പൈ ദ ഇൻ്റർസീഷ്യൽ സൈറ്റ് എന്ന് പറയുന്നത് ഒരു കാറ്റയോൺ, പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ഇൻ്റർസീഷ്യൽ സൈറ്റിൽ ഒക്കുപ്പ് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ കാറ്റയോണിൻ്റെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 9 എണ്ണം ഉണ്ട്. 8 എണ്ണം ഉള്ളതും ഒരെണ്ണം എക്സ്ട്രാ. സോ ബി മൈനസ് ഇവിടെ 8 എണ്ണമേ ഉള്ളൂ. അപ്പം ചാർജ് ഈക്വൽ ആക്കുന്നതിന് വേണ്ടിയിട്ട്, ന്യൂട്രാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് അഡ്ജസൻ്റ് ആയിട്ടുള്ള ഇൻ്റർസീഷ്യൽ സൈറ്റിൽ ഒരു ഇലക്ട്രോണിനെയും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ടോട്ടൽ എണ്ണം നോക്കുമ്പോൾ എ പ്ലസ് ആണ് കൂടുതൽ, ബി മൈനസ് 8 എണ്ണമേ ഉള്ളൂ. ഒരെണ്ണം ചാർജ് ന്യൂട്രലാക്കുന്നതിന് വേണ്ടിയിട്ട് ആഡ് ചെയ്തിട്ടുള്ള ഇലക്ട്രോൺ, നെഗറ്റീവ് ചാർജുള്ള ഇലക്ട്രോൺ മാത്രമാണ്. സോ ഇവിടെയും കാറ്റയോൺസ് ആണ് കൂടുതലുള്ളത്. നമ്മൾ ഓൾറെഡി പറയുകയുണ്ടായി കാറ്റയോൺ ആയിരിക്കും കൂടുതലെന്ന്. ദെൻ എക്സാമ്പിൾ, സിങ്ക് ഓക്സൈഡ് ക്രിസ്റ്റലിൻ്റെ കളർ എന്ന് പറയുന്നത് വൈറ്റ് ആയിരിക്കും. ഓൺ ഹീറ്റിംഗ് ലോസസ് ഓക്സിജൻ. ഹീറ്റ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമുക്കതിൻ്റെ ഇക്വേഷൻ നോക്കാം. ZnO ഹീറ്റ് ചെയ്യുമ്പോൾ Zn2 ++ ½ O2 +2 ഇലക്ട്രോൺ. ഈ ഓക്സിജൻ അത് റിമൂവ് ചെയ്യും ആൻഡ് ബിക്കംസ് യെല്ലോ കളറായിട്ട് മാറും. അതിൽ ആ സിങ്ക് അയോൺസ് മൂവ് ടു ദ ഇൻ്റർസീഷ്യൽ സൈറ്റിലോട്ട് സിങ്ക് അയോൺസ് പോവും. ആൻഡ് ദ ഇലക്ട്രോൺ ടു ദ നെയ്ബറിങ് ഇൻ്റർസീഷ്യൽ സൈറ്റ്. ഇലക്ട്രോൺ നെയ്ബറിങ് ഇൻ്റർസീഷ്യൽ സൈറ്റിലോട്ട് പോവും. ഇത്തരത്തിലുണ്ടാകുന്ന ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ്
മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഏത് വഴിയാണ്? ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോണിൻ്റെ എക്സ്ട്രാ വഴി ഉണ്ടാകുന്നത്. അപ്പോൾ മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ് 2 ടൈപ്പിലുണ്ടെന്ന് പറഞ്ഞാണ് നമ്മൾ തുടങ്ങിയത്. ഒന്നാമത്തെ പേരാണ് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്. മെറ്റൽ എക്സസ് ഡിഫക്റ്റ് 2 രീതിയിലുണ്ട്. രണ്ടാമത്തെ പേരാണ് നമ്മളിപ്പം പഠിച്ചത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ് ഡ്യൂ ടു എക്സ്ട്രാ കാറ്റയോൺ. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. നമുക്ക് നോക്കാം എന്താ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന്. ഹിയർ ദ നമ്പർ ഓഫ് കാറ്റയോൺസ് ഈസ് സ്മോളർ ദാൻ ദ നമ്പർ ഓഫ് ആനിയോൺസ്. അതായത് നമ്പർ ഓഫ് കാറ്റയോൺസ് കുറവായിരിക്കും നമ്പർ ഓഫ് ആനിയോൺസിനെക്കാട്ടിലും. നേരത്തെ നമ്പർ ഓഫ് കാറ്റയോൺസ് കൂടുതലായിരുന്നു. ദിസ് ഈസ് മെയിൻലി അറൈസസ് ഡ്യൂ ടു കാറ്റയോൺ വേക്കൻസി. ഇതുണ്ടാകുന്നത് കാറ്റയോൺ വേക്കൻസി വഴിയാണ്. ചിത്രം നമുക്ക് നോക്കാം. കാറ്റയോൺ വേക്കൻസി, ഇതാ ഇവിടെ ഒരു കാറ്റയോൺ പോസിറ്റീവ് ചാർജുള്ള A+ കുറവാണ്. സോ അതിൻ്റെ ചാർജ് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള A+ന് ഒരു എക്സ്ട്രാ ചാർജ് കൂടി നൽകിയിരിക്കുന്നു A2+. അപ്പോൾ ഇവിടെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ A+ൻ്റെ എണ്ണം 1 2 3 4 5 6 7 7 എണ്ണമേ ഉള്ളൂ. B- കൂടുതലുണ്ട്. സോ അതുകൊണ്ടാണ് അതിനെ നമ്മൾ മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ് എന്ന് വിളിക്കുന്നത്. നമ്പർ ഓഫ് കാറ്റയോൺസ് സ്മോൾ ആയിരിക്കും, നമ്പർ ഓഫ് ആനിയോൺസ് ഗ്രേറ്റർ ആയിരിക്കും. ദിസ് ഇസ് കോൾഡ് കാറ്റയോൺ വേക്കൻസി. ഒരു കാറ്റയോൺ വേക്കൻ്റ് ആയതുകൊണ്ടാണ് നമ്മളതിനെ കാറ്റയോൺ വേക്കൻസി എന്നറിയപ്പെടുന്നത്. ദിസ് ടൈപ്പ് ഓഫ് ഡിഫക്റ്റ് ഈസ് കോമൺലി ഷോൺ ബൈ ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സ്. ഇത് കാണപ്പെടുന്നത് ട്രാൻസിഷൻ മെറ്റൽ കോമ്പൗണ്ട്സിലാണ്. ഒരു എക്സാമ്പിൾ FeO ഈസ് ആൻ എക്സാമ്പിൾ. അപ്പോൾ നോൺ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റിൻ്റെ 2 ടൈപ്പാണ് നമ്മൾ പഠിച്ചത്. ഒന്നാമത്തത് മെറ്റൽ എക്സസ് ഡിഫക്റ്റ്, അത് 2 രീതിയിൽ നടക്കാമായിരുന്നു. രണ്ടാമത്തത് മെറ്റൽ ഡെഫിഷ്യൻസി ഡിഫക്റ്റ്. ഓക്കെ, ദ ലാസ്റ്റ് ഒരെണ്ണം കൂടെ ഉണ്ട്, ദാറ്റ് ഈസ് കോൾഡ് ഇംപ്യൂരിറ്റി ഡിഫക്റ്റ്. ഇമ്പ്യൂരിറ്റി ഡിഫക്ട്സ് ആർ കോസ്ഡ് ബൈ ദ പ്രസൻസ് ഓഫ് ആൻ ഇമ്പ്യൂരിറ്റി ഇൻ ദ ക്രിസ്റ്റൽ. അതായത് ഒരു ഇമ്പ്യൂരിറ്റി അല്ലെങ്കിൽ ഒരു ഫോറിൻ പാർട്ടിക്കിൾ ഒരു ക്രിസ്റ്റലിനകത്ത് അല്ലെങ്കിൽ അതിൻ്റെ ഇൻ്റർസ്റ്റീഷ്യൽ സൈഡിൽ കടന്നു കഴിഞ്ഞാൽ അത്തരത്തിലുണ്ടാകുന്ന ഡിഫക്റ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്. ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. Sr2+ ആസ് ഇമ്പ്യൂരിറ്റി ഇൻ NaCl. സോഡിയം ക്ലോറൈഡിൻ്റെ ക്രിസ്റ്റലിൽ നമ്മൾ നോക്കിയാൽ Na+ഉം Cl- അയോൺസ് ആണ് കോൺസ്റ്റൻ്റ് ആയിട്ട് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അതിൽ Na+ൻ്റെ പൊസിഷൻസിൽ Sr2+, അതായത് ഓൾമോസ്റ്റ് സിമിലർ സൈസ് ആയതുകൊണ്ട് ഒക്കുപ്പൈ ചെയ്ത് കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഡിഫക്റ്റിനെ വിളിക്കുന്ന പേരാണ് ഇമ്പ്യൂരിറ്റി ഡിഫക്റ്റ്.